പിന്നെയും തോൽവി. അവനെന്നെ എങ്ങോട്ട് പോകുന്നു? ഒരാൾ കൂടി ബാക്കിയുണ്ട്. പഴയ കളി അവസാനിച്ചു. വീണ്ടും കരുക്കഴിഞ്ഞെത്തി. ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി ഗുരുവായൂർ അമ്പലനട. ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന മൂവി ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഒരു അടിപൊളി കോമഡി ഡ്രാമ ത്രില്ലർ മൂവിയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിപിൻ ദാസ് ആണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സുപ്രിയ മേനോൻ, മുകേഷ് ആർ മേത്ത തുടങ്ങിയവരാണ്. ദീപു പ്രദീപാണ് കഥ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ മ്യൂസിഷ്യൻ അങ്കിത് മേനോനാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഹരീഷാണ്. എഡിറ്റർ ജോൺ കുട്ടി. അഭിനയിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ, യോഗി ബാബു, സിജു സണ്ണി, ജോമോൻ, സുധീർ തുടങ്ങിയവരാണ്. ഇനി ഈ സിനിമയുടെ പോസിറ്റീവ് സൈഡ്സ് തന്നെ ആദ്യം കിടക്കാം. പോസിറ്റീവ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ ഹ്യൂമറാണ്, കോമഡി രംഗങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ തന്നെ വയ്യ. മൂവിയിൽ നല്ല അടിപൊളിയും നല്ല വൃത്തിക്കും കോമഡി സീൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ്സ്. പിന്നെ എനിക്ക് പറയാനുള്ളത് പൃഥ്വിരാജ് സുകുമാരൻ്റെയും ബേസിൽ ജോസഫിൻ്റെയും കെമിസ്ട്രിയാണ്. നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അവർ തമ്മിലുള്ള കെമിസ്ട്രിയും ആ ഒരു അളിയൻ ബാസും ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ സ്വന്തം വിപിൻ ദാസ്. അത് പറയാതിരിക്കാൻ തന്നെ വയ്യ. അതുപോലെ തന്നെ ഇനി അഭിനയത്തിൻ്റെ മികവെടുത്ത് നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് സുകുമാരനും ബേസിൽ ജോസഫ് ഏകദേശം ഒരേ തട്ടിൽ തന്നെയായിരുന്നു. ഫസ്റ്റ് ഫേസിൽ എനിക്ക് ബേസിൽ ജോസഫിൻ്റെ കുറച്ച് കൂടുതലായിട്ട് തോന്നുകയാണ്. സെക്കൻഡ് ഫേസിൽ പൃഥ്വിരാജിൻ്റെ ആയിരുന്നു കൂടുതലായിട്ട് തോന്നിയത്. രണ്ടുപേരും നല്ല ഒത്തയ്ക്കൊത്തയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ സിനിമയുടെ ഏറ്റവും വലിയൊരു അതും ഹ്യൂമറായിട്ട് പൃഥ്വിരാജിനെ കാണുന്നത് വളരെ വിരളമായിട്ടാണ്. പൃഥ്വിരാജ് നല്ല രീതിയിൽ ഹ്യൂമർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുതന്നെ നിഖില വിമൽ ഒരു പറയുകയാണെങ്കിൽ ടിപ്പിക്കലായിട്ടൊരു ബേസിൽ ജോസഫിൻ്റെ കാമ്പൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ അത് വരുന്നത്. പുള്ളിക്കാരി വലിയ കുഴപ്പമില്ല ചെയ്തു. പിന്നെ അനശ്വര രാജൻ, ബേസിൽ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി. യോഗി ബാബു കുറച്ച് സീൻസുള്ളൂ, പക്ഷേ നല്ല കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ഉണ്ട്. പുള്ളിയുടെ പല കോമഡികളും നല്ല രീതിയിൽ വർക്കൗട്ടാണ്. അതുപോലെ തന്നെ സിജോ സണ്ണി ഇവരുടെ കൂട്ടുകാരനായിട്ടാണ് അഭിനയിക്കുന്നത്. പുള്ളിയുടെ കോമഡീസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ ജോമോൻ സുധീർ, പുള്ളിക്കാരൻ ഒരു രക്ഷയില്ല. 2-3 കോമഡി സീൻസിലേ ഉള്ളൂ, പക്ഷേ അതൊക്കെ അടിപൊളിയായിരുന്നു. ഒരു ടിപ്പിക്കലിൻ്റെ അത് കോമഡിയുടെ കാര്യം വരുമ്പോഴത്തേക്കും ആരാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രീതിയിലുള്ള കോമഡീസ് ആയിരുന്നു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പറയാതിരിക്കാൻ തന്നെ വയ്യ അത്. പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി നല്ല വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കൊളാക്കുമോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു മീഡിയം ലെവലിൽ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് എന്താണ് ആവശ്യം അത് സിനിമാറ്റോഗ്രാഫി നൽകിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ മ്യൂസിക് തരക്കേടില്ലാത്ത പാട്ടുകളൊക്കെ ആയിരുന്നു. അത് പറയാതിരിക്കും. തന്നെ എഡിറ്റിങ് നല്ല ഉഗ്രനായിരുന്നു. ഒന്നും പറയാനില്ലാത്ത രീതിയിലുള്ള എഡിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ കോമഡി രംഗങ്ങൾ തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്ന കോമഡി രംഗങ്ങൾ എല്ലാവരും ചിരിപ്പിച്ചു. അതിൽ ഓരോരുത്തരും മത്സരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഇതിനകത്ത് ജഗദീഷ് ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ മത്സരിച്ച് കോമഡി പറയായിരുന്നു. അതും കോമഡി എന്ന് പറഞ്ഞാൽ കൗണ്ടർ കോമഡികളാണ്. അതെല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ചിരിച്ച് ആസ്വദിച്ച് കണ്ട ഒരു സിനിമയാണിത്, പറയാതിരിക്കും തന്നെ പറയാം. ബേസിൽ തൻ്റെ പഴയകാല രീതിയിൽ മുന്നോട്ട് പോകുന്നു. കൂടെ തന്നെ നമ്മുടെ പൃഥ്വിരാജോട് വന്നപ്പോഴത്തേക്ക് ഒരു അടിപൊളി ഒരു ഇതിൽ ഒരു തലത്തിലോട്ട് കൊണ്ടുവന്നു. ഈ കൊല്ലത്തിനിടയ്ക്ക് ഇത്രയും നല്ലൊരു കോമഡി സിനിമ ഈ കൊല്ലം ഇറങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിയിട്ടില്ല. അതിൽ ഈ ഒരു സിനിമ തന്നെയാണെന്ന് പറയാം. ഇതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് സൈഡ്സ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കേട്ട് മറന്ന കഥയാണ്. പിന്നെ അതിനെ നല്ലൊരു തിരക്കഥ കൊണ്ട് മറിച്ച് കോമഡി രംഗങ്ങളും നിറച്ച് നല്ല വൃത്തിക്കങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടാവുന്ന രീതിയിലാണ് സിനിമ പോകുന്നതെന്ന് എനിക്ക് തന്നെയാണ്. ഫാമിലി എന്താണല്ലോ എൻജോയ് ചെയ്യും. കോമഡി പടം ഇഷ്ടപ്പെടുന്ന ഒരു എൻജോയ് ചെയ്യും പടം. മാസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ചിലയിടത്ത് മാസമൊക്കെ ഉണ്ട്, പക്ഷേ വലിയ മാസമൊന്നും സിനിമയിലില്ല. അതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു നെഗറ്റീവ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ
ഈ സിനിമ എല്ലാ ഒരു മാസ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഒന്നും ഇഷ്ടപ്പെടത്തില്ല. കുടുംബ പ്രേക്ഷകരെ ഉദ്ദേശിച്ച് ഇറക്കിയ ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ ഒരു സിനിമ നെഗറ്റീവ് ആണെന്ന് ചോദിച്ചാൽ നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ നായകന്മാർക്ക് അത്ര വലിയൊരു സീൻസ് ഒന്നും ഇല്ലായിരുന്നു. എപ്പോഴും ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിൽ ജോസഫും പൃഥ്വിരാജിൻ്റെയും അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ല, ഒരു വാർ, ആ ഒരു രീതിയിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമ ഇനി ആരെയൊക്കെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ എന്താണ് തൃപ്തിപ്പെടും. പിന്നെ ബേസിൽ ജോസഫിന് മുമ്പുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. പിന്നെ പൃഥ്വിരാജിൻ്റെ വേറിട്ടൊരു മുഖം ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പക്ക കാസ്റ്റിംഗ് ആയിരുന്നു. ആരെങ്കിലും ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാവരും അവരവരുടെ രീതിയിലുള്ള കോമഡികൾ ഇതിൻ്റെ അത് കാഴ്ച വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും. അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ ക്ലൈമാക്സിൽ ഒരു ഡ്രോണിൻ്റെ സീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പക്കയായിരുന്നു. അതൊക്കെ ഒരു പുതിയൊരു സെറ്റപ്പായിരുന്നു സംഭവം. അതൊക്കെ ഇതിൻ്റെ നല്ല രീതിയിൽ വർക്കൗട്ടുണ്ട്. ഇതിൽ കോമഡികൾ നല്ല രീതിയിൽ വർക്കൗട്ടാണ്. ചിരിച്ച് മണ്ണ് കപ്പണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിന് ടിക്കറ്റ് എടുക്കുന്നത് അങ്ങനെ ആയിരിക്കുന്ന ആൾക്കാരായിരിക്കണം. നമുക്കൊരു 2-2.5 മണിക്കൂർ ഇരുന്ന് ഇരിക്കാനുള്ള വകുപ്പ് സിനിമയ്ക്കകത്തുണ്ട്. ഇന്നാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തുക. എനിക്കും കൊണ്ടുവന്നേ പറഞ്ഞു. വൺ ലൈഫ് വൺ ഡ്രീം വൺ ഫാഷൻ. താങ്ക് യു.